സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ നോമ്പ് കാലഘട്ടം നമ്മുടെ ആത്മശരീര മനസ്സുകളെ ശുദ്ധി ചെയ്യാനുള്ള ഒരു കാലഘട്ടമാണ്. ഏറെ പ്രസക്തമായ ഒരു വചനഭാഗമാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയും 16 മുതൽ 18 വരെയുമുള്ള വചനഭാഗങ്ങൾ. ഈ വചനഭാഗം മത്തായി സുവിശേഷൻ അറിയിക്കുന്നത് യഹൂദ ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് യഹൂദ മത പാരമ്പര്യം തുടർന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവർക്ക്. യഹൂദ മത പാരമ്പര്യത്തിൻ്റെ, യഹൂദ ആധ്യാത്മികതയുടെ 3 തൂണുകളാണ് ധർമ്മദാനം, ഉപവാസം, പ്രാർത്ഥന. ഇവ മൂന്നും ഒരു യഹൂദനെ മാനസാന്തരത്തിലേക്ക് നയിക്കാനും, ഗ്രീക്കിൽ മെറ്റനോയിയ, യഹോവയിലേക്ക് തന്നെ തിരിക്കാനും സഹായിക്കുന്ന ഘടകങ്ങളായിട്ടാണ് ഈ ആധ്യാത്മികത പഠിപ്പിക്കുന്നത്. ഈ വചനഭാഗത്ത് ആവർത്തിക്കപ്പെടുന്ന 2 പദങ്ങളാണ്: 1 കപടനാട്യം, 2 രഹസ്യം. നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും, നന്മയായാലും തിന്മയായാലും, സ്വർഗം കാണുന്നു, സ്വർഗം വിലയിടുന്നു, സ്വർഗം അത് കുറിച്ചു വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ ദൈവമഹത്വത്തിനുള്ള, ആരാരും അറിയപ്പെടാത്ത നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറും. മറ്റൊന്ന് കപടനാട്യം. നീ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. അവർ കാഹളം മുഴക്കുന്നു, അവരെല്ലാവരും കേൾക്കി പ്രാർത്ഥിക്കുന്നു. ധർമ്മദാനം ചെയ്യുമ്പോൾ കപടനാട്യക്കാരെ പോലെ ചെയ്യരുത്. അവർ എല്ലാവരും കാണത്തക്ക വിധത്തിൽ അത് പ്രവർത്തിക്കുന്നു. നീ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. ഈ 3 തലങ്ങളിലാണ്, ഈ 3 വചനഭാഗങ്ങളിലൂടെയാണ് കപടനാട്യം എന്ന പദത്തെ ചിത്രീകരിക്കുന്നത്. സുവിശേഷകൻ ഈ 3 വചനഭാഗങ്ങളിലൂടെ ഉദ്ദേശിക്കുന്ന പരമപ്രധാനമായ കാര്യം ഇതാണ്: ആന്തരികതയെ അവഗണിക്കുന്നത് എന്തും കാപട്യമാണ്. ആന്തരികതയെ അവഗണിക്കുന്ന ഉപവാസം കാപട്യമാണ്. ആന്തരികതയെ അവഗണിക്കുന്ന പ്രാർത്ഥന കപടനാട്യമാണ്. ആന്തരികതയെ അവഗണിക്കുന്ന ധർമ്മദാനം കാപട്യമാണ്. ഇവിടെ ആന്തരികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം, സഹോദരങ്ങളുമായിട്ടുള്ള എൻ്റെ ബന്ധം. ദാനധർമ്മം, ഉപവാസം, പ്രാർത്ഥന ഇവ കാട്ടിക്കൂട്ടലുകളിൽ ഒതുങ്ങാതെ, പ്രശംസയിൽ ഒതുങ്ങാതെ, അത് നമ്മെ നമ്മുടെ ദൈവത്തിലേക്ക്, സഹോദരങ്ങളിലേക്ക്, ക്രിസ്തു ദർശനത്തിലേക്ക്, ആന്തരികതയിലേക്ക് നയിക്കുന്നതായിരിക്കണം. യെശയ്യാ 58, സക്രിയ 7 അധ്യായങ്ങളിൽ യഥാർത്ഥമായ ഉപവാസത്തെപ്പറ്റി ചിത്രീകരിക്കുന്നു. ആന്തരികതയെ എത്തിനോക്കാൻ സഹായിക്കാത്തത് എന്തും കാപട്യമാണ്. അത് നിൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തമായിക്കോട്ടെ, ഉപവാസമായിക്കോട്ടെ, പ്രാർത്ഥനയായിക്കോട്ടെ, കാപട്യമാണ്. ഈ നോമ്പ് കാലത്ത് ഈ നല്ല അനുഷ്ഠാനങ്ങൾ നമ്മെ നല്ല ക്രിസ്തീയ ജീവിതത്തിലേക്ക് വഴിതെളിക്കട്ടെ. ഏവർക്കും നല്ലൊരു നോമ്പുകാലം ആശംസിക്കുന്നു. ദൈവത്തിന് നന്ദി.